മാർഗമല്ല, ലക്ഷ്യമാണ് പ്രധാനം. ഭഗവാൻ കൃഷ്ണൻ ഗീതയിൽ പറഞ്ഞ കാര്യമാണത്. പരീക്ഷയിൽ ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ പല വഴികളുണ്ട്. നമ്മൾ ഡയറക്റ്റ്ലി പഠിച്ച ഒരു ചോദ്യമാണെങ്കിൽ ഉത്തരത്തിലേക്ക് പെട്ടെന്ന് എത്താം. ഈവൻ അതിന്റെ ഉത്തരം അറിയില്ലെങ്കിൽ പോലും ലോജിക്സും അനാലിസിസും യൂസ് ചെയ്ത് ഒരു ഇന്റലക്ച്വൽ കറക്കിക്കുത്ത് വഴി ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. താഴെ കൊടുത്തിട്ടുള്ളത് അത്തരത്തിലുള്ള ഒരു ചോദ്യമാണ്. ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ എന്താണ് ഒരു മാർഗം? ഡയറക്റ്റ്ലി പഠിച്ചിട്ടില്ലെങ്കിൽ പോലും അനാലിസിസിൽ കൂടെ ഇതിന്റെ ആൻസറിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. 1888 ഇന്ത്യ എന്ന് പറയുന്ന ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തത് താഴെ പറയുന്നതിൽ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. സോ ഇന്ത്യ എന്ന് പറഞ്ഞ പുസ്തകത്തിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലെന്നിരിക്കട്ടെ, പക്ഷെ 1888 എന്ന് പറഞ്ഞ കാലഘട്ടം ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമ്മൾ അത്യാവശ്യം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വന്നതിന് ശേഷമുള്ള വർഷമാണ് 1888 എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാലോ. അപ്പോൾ തന്നെ എയും സിയും നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. സർ വില്യം ജോൺസ്, ഏഷ്യാറ്റിക് സൊസൈറ്റിയുടെ സ്ഥാപകൻ, നമുക്കറിയാം അദ്ദേഹം 1700s ഒരാളാണ്, നമുക്ക് ഏകദേശം അറിയാം. അല്ലെങ്കിൽ വാറൻ ഹേസ്റ്റിംഗിന്റെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹം ഏഷ്യാറ്റിക് സൊസൈറ്റി ബിൽഡ് ചെയ്തത്. വാറൻ ഹേസ്റ്റിംഗ് ഇന്ത്യയിലെ ആദ്യത്തെ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആണെന്നുള്ള കാര്യം നമുക്കറിയാം. എന്തായാലും ഇതൊക്കെ നടക്കുന്നത് എന്തായാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരുന്നതിന് മുമ്പാണല്ലോ, അല്ലെങ്കിൽ 1888 മുമ്പാണല്ലോ, 1700s കാര്യം എല്ലാവർക്കും അറിയാലോ. അപ്പൊ രണ്ട് ഓപ്ഷൻ നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ഇനി ഓപ്ഷൻ ഡി എന്ന് നോക്കിയേ. ചാൾസ് വുഡ്സ്, അല്ലെ, അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ വുഡ്സ് ഡിസ്പാച്ച് എല്ലാവർക്കും അറിയാം. മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്നറിയപ്പെടുന്നത് അതിനെയാണ്. ഡൽഹൌസിയുടെ സമയത്താണ് അത് വന്നതെന്നൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. 1854 അത് വന്നത്. ആ വർഷം അറിയില്ലെങ്കിൽ പോലും ഡൽഹൌസിയുടെ സമയത്ത് വന്നതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനെ നമുക്ക് 1888 മുമ്പ് സംഭവിച്ചൊരു ഇവന്റ് ആയിട്ട് കണക്കാക്കാം. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രൈം പീരീഡ് എന്ന് പറയുന്നത് എന്തായാലും 1854 ആയിരുന്നു. ആ കാലഘട്ടത്തിലെ വ്യക്തി 1888 പുസ്തകം എഴുതിക്കൂടാ എന്ന് നിയമമൊന്നും ഇല്ല. അതാണ് ഞാൻ പറയുന്നത്. കോമൺ സെൻസ് ഈസ് നോട്ട് സോ കോമൺ. 1854 പ്രൈമിൽ നിന്നൊരു വ്യക്തി 1888 വരുമ്പോഴത്തേക്ക് ഇതുപോലെ ഫേമസ് ആയിട്ടുള്ള പുസ്തകം എഴുതാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കാം. അപ്പോൾ തമ്മിൽ ഭേദപ്പെട്ട ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി, ജോൺ സ്ട്രാച്ചെ. മറ്റുള്ള ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് കളയുമ്പോൾ ഉത്തരം ആവാൻ ഏറ്റവും അധികം സാധ്യതയുള്ള ഓപ്ഷൻ ബി അല്ലേ? അല്ലെങ്കിൽ ബിയും ഡിയും കമ്പയർ ചെയ്ത് നോക്കിയാൽ പോലും ഓപ്ഷൻ ബിക്കല്ലേ കുറെ കൂടെ ശരിയാവാനുള്ള സാധ്യത കൂടുതലുള്ളത്? ഉത്തരം ഓപ്ഷൻ ബി തന്നെയാണ്. ജോൺ സ്ട്രാച്ചെ, നമുക്കറിയാം, ഫാമൈൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഹെഡായിട്ട് വന്ന ഇദ്ദേഹം തന്നെയാണ്. അപ്പൊ നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്: ഏത് വൈസ്രോയ് ആണ് ഈ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തത്? സോ ആഴത്തിൽ പഠിക്കുന്നതിനോടൊപ്പം ഇന്റലിജന്റ് ആയി എലിമിനേഷൻ ടെക്നിക്സിൽ കൂടെ ഒരു ഇന്റലക്ച്വൽ കറക്കിക്കുത്ത് വഴി ഉത്തരത്തിലേക്ക് എത്താനും നിങ്ങൾക്ക് പറ്റണം. ഈ ഒരു പരിശീലനമാണ് ഞങ്ങളുടെ PSC ബാച്ചുകൾ വഴി നിങ്ങൾക്ക് ലഭിക്കുക. ഡിഗ്രി ലെവൽ, 10th+2 ലെവൽ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കാനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.